പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മലയാളികൾ തൊഴിലിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ്. തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സർക്കാർ ജോലിയില്ല, മാന്യമായ വരുമാനമില്ല എന്ന് കരുതി പരിതപിക്കുന്നവരുണ്ട്. സമരങ്ങളൊക്കെ നടക്കുകയാണ്. ആ നഴ്സസുമാര് അവർക്ക് അവരുടെ ശമ്പളം, മാന്യമായ ശമ്പളം കിട്ടാൻ വേണ്ടി അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഒത്തിരി കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പാണ് പോലീസിൽ ജോലി കിട്ടാൻ വേണ്ടി റാങ്ക് ലിസ്റ്റ് ഉള്ളവരൊക്കെ സമരം നടത്തിയത്. ഇപ്പോ വേറെ ഏതൊക്കെ അധ്യാപകർക്ക് വേണ്ടിയിട്ടോ റാങ്ക് ലിസ്റ്റൊക്കെ കാലഹരണ വിട്ടു പോയിരിക്കുന്നു. എല്ലാവരും സർക്കാർ ജോലി തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. സർക്കാർ ചിലപ്പോൾ നമുക്ക് തന്നില്ല എന്ന് വരും. അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടാവും. നമ്മുടെ വരുമാനം നമ്മൾ തന്നെ കണ്ടെത്തിയേ പറ്റൂ എന്നതാണ് അവസ്ഥ. തൊഴിൽ, മാന്യമായ ഒരു തൊഴിൽ, നല്ലൊരു വരുമാനം, അതും തുടർച്ചയായി നമുക്ക് ലഭിക്കുന്ന ഒരു വരുമാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ നമുക്ക് ലഭ്യമാണ്. അത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നതാണ് വസ്തുത. ഒരു നിമിഷം ഒന്ന് ആലോചിക്കേ. നമ്മൾ ഇവിടുന്ന് ഗൾഫിലേക്ക് വണ്ടി കയറുക, അല്ലെ, പ്ലെയിൻ കയറി കഴിഞ്ഞാല് ഒരു 2-3 വർഷം പണിയെടുക്കുമ്പോഴാണ് പോയ കടം തീർത്ത് അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം എടുത്ത് നിൽക്കുക. ഒരു 4-5 വർഷം കഴിയുമ്പോഴാണ് മര്യാദയ്ക്ക് ഒരു വീട് വെക്കാൻ പറ്റുക. ഒരു വീടും വെച്ച് ഒന്ന് അടിത്തരാകുമ്പോഴേക്കും കുറച്ച് കടങ്ങളായിട്ടുണ്ടാവും. പിന്നെ ആ കടം തീർക്കാൻ വീണ്ടും ഒരു 4-5 കൊല്ലം, എല്ലാം കൂടി ഒരു 5-8-10 കൊല്ലം കഴിയുമ്പോൾ പിന്നീട് മടങ്ങി വന്ന് ജീവിച്ചാലായി. ഒരു പക്ഷേ ആ പ്രവാസ ജീവിതത്തിന്റെ ഇടയിൽ പിന്നീട് മടങ്ങി വരവേ ഇല്ലാതെ ആ വാർദ്ധക്യത്തിൽ മടങ്ങി വന്ന് അനാഥരായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ ജീവിതത്തിന്റെ നല്ല സമയത്ത്, ആഘോഷിക്കേണ്ട സമയമെല്ലാം പ്രവാസ ലോകത്ത് ഒരൊറ്റ കട്ടിലിൽ 4 കുബൂസിന്റെ ഇടയിൽ അതും കഴിച്ചുകൊണ്ട് പച്ചവെള്ളം കുടിച്ച് അല്ലെങ്കിൽ കട്ടൻ ചായയും കുടിച്ച് കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം പലർക്കുമുണ്ട്. ഇതാണ് എല്ലാവർക്കും സാധാരണ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത്. ശരിയല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ മികച്ച അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ പക്ഷെ നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ അതിന് സംശയ ദൃഷ്ടിയോടെ നോക്കുകയാണ്. മികച്ച ഒരു അവസരം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നിങ്ങൾക്കാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കാകാം, വിദ്യാർത്ഥികൾക്കാകാം. ഒരു അരമണിക്കൂർ, അതല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിദ്യാർത്ഥികൾക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പഠനത്തിന് ആവശ്യമായ പണം അവർക്ക് തന്നെ കണ്ടെത്താം. അവരുടെ പോക്കറ്റ് മണിയും അവർക്ക് തന്നെ ഉണ്ടാക്കാം. പിന്നെ ചെറുപ്പക്കാർക്ക്, ഫുൾ ടൈമർ ആകാൻ കഴിയുന്ന ചെറുപ്പക്കാർ ഒരു 6 മാസം പ്രൊമോഷൻ പീരീഡ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. 1 വർഷം നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, സ്മാർട്ടായി ജോലി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വലിയ വരുമാനം തുടർന്നങ്ങോട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിക്കുന്ന വിധത്തിൽ നിങ്ങൾ ജോലി ചെയ്തതിന്റെ കൂലി തന്നെയാണ് കേട്ടോ. അല്ലാതെ കമ്പനി നിങ്ങൾക്ക് തരുന്ന പ്രോഫിറ്റ് ഷെയർ ഒന്നും അല്ല. അങ്ങനെ കരുതണ്ട, നിങ്ങൾ എടുക്കുന്ന പണിയുടെ കൂലി. പക്ഷെ ഇതിന്റെ വലിയൊരു എമൗണ്ട് നമുക്ക് ഓരോ മാസവും നമുക്ക് ശമ്പളമായി എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം മുതൽ 1 വർഷം വരെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. അതുവരെ നമുക്ക് നിത്യച്ചെലവിനും മറ്റുമുള്ള വട്ടച്ചെലവിനുള്ള പണം മാത്രമാണ് വരിക. ഓരോ മാസം കഴിയുന്നതോറും നമുക്ക് ശമ്പളം കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അതിലൊരു അവസരമാണ് നിങ്ങൾക്ക് ഞാൻ തുറന്നു തരുന്നത്. അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ജോലിയില്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് നിങ്ങൾക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെടും. വാട്സപ്പിൽ ഈ താഴെ കാണുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് തരും, ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് തരും. അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിന്റെയോ അതല്ലെങ്കിൽ സൂം മീറ്റിന്റെയോ ലിങ്ക് തരും. അതിലിരുന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ടേച്ച് പോവാം. ഇവിടെ അത് പറയാത്തത് ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരുമായ വലിയൊരു സമൂഹമാണ് ഉള്ളത്. അവരുടെ ഇടയിൽ കിടന്ന് തർക്കിക്കാനും ബഹളം വെക്കാനും പറ്റാഞ്ഞിട്ടാണ്. അപ്പോ അവസരമില്ലാഞ്ഞിട്ടല്ല, ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ആ അവസരം പരമാവധി മുതലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിലൂടെ വളരാൻ, സാമ്പത്തികമായി വളരാൻ, അല്പം ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജോലി തുടരാൻ നോക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഇത് മണി ചെയിനോ അല്ലെങ്കിൽ MLM-ഓ അതുപോലെ എന്തെങ്കിലും പൂട്ടിപ്പോണ പരിപാടികളോ, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറെ കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, തട്ടിപ്പ്, അങ്ങനെയുള്ള യാതൊന്നുമല്ല. ഒരു കമ്പനി, ഒരു LLC, ആ കമ്പനിയുടെ ഒരു ഗ്രേറ്റ് ജോബാണ് ഓൺലൈനിലും ഓഫ്ലൈനിലും കൂടി നടക്കുന്ന ഒരു ബെസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി, നല്ല വരുമാനം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. Different angles. Don't forget to subscribe and support this channel.